ഒരു പീസ് ക്ലോത്ത് എടുക്കാം, രണ്ടായി മടക്കാം, ഒന്നുകൂടി മടക്കാം, അളവ് പാൻറ് വെച്ച് ഇതിൽ കാണുന്നത് പോലെ വരച്ചെടുക്കാം. ഇനി കട്ട് ചെയ്യാം. ഇപ്പോൾ 2 പീസ് ക്ലോത്താണ് കിട്ടുക. ക്ലോത്തിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് ചോക്ക് കൊണ്ട് വരയ്ക്കുന്നതിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്ത ഭാഗങ്ങൾ തമ്മിൽ ചേർത്ത് വയ്ക്കാം. പാൻറ്റിൻ്റെ അടിഭാഗവും ഈ സൈഡ് തൊട്ട് ഈ സൈഡ് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി പാൻറ്റിൻ്റെ അര കൂടി മടക്കി സ്റ്റിച്ച് ചെയ്യാം. അര സ്റ്റിച്ച് ചെയ്യുമ്പോൾ 1 ഇഞ്ച് ഗ്യാപ്പ് സ്റ്റിച്ച് ചെയ്യാതെ വിടണം. അതിൽ കൂടി ഇലാസ്റ്റിക് ഇടാനുള്ളതാണ്. ഇവിടെ 1 ഇഞ്ചോളം ഗ്യാപ്പ് വിട്ടിട്ടുണ്ട്. ഗ്യാപ്പിൽ കൂടി ഇലാസ്റ്റിക് ഇടാം. ഇലാസ്റ്റിക്കിന്റെ അറ്റങ്ങൾ തമ്മിൽ കെട്ടിക്കൊടുക്കാം. ആ ഗ്യാപ്പ് കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതാണ് പാൻറ്റിന്റെ ഫൈനൽ ലുക്ക്.